യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലും ഫസ്തമിഊ ലഹ്, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു. ഫസ്തമിഊ ലഹ്, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ലൻ യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. എന്തൊരു വാക്കാണിത്! ഈച്ച എത്ര നിസ്സാരമാണ്. വലവിജ്തമഊ ലഹ്, അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ദുർബലരായ ദൈവങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്താ വെല്ലുവിളി! ഇനി ഒന്ന് കാണിച്ചു കൊടുക്കാനല്ല, ഇനി എല്ലാവരും കൂടിച്ചേർന്നാൽ ഒരു ഈച്ചയെ, ഒരു ഉറുമ്പിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഒന്ന് സൃഷ്ടിച്ച് കാണിക്കട്ടെങ്കിൽ. ഇനി ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ ആ ഈച്ചയിൽ നിന്നു അവർക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ എന്തെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അതിനെ പോലും തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അതിന് പോലും കഴിയാത്ത ദുർബലരായ വസ്തുക്കളെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ. അള്ളാഹുവെ കണക്കാക്കേണ്ട മുഖപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്. അന്ത്യനാളിൽ ഇതെല്ലാം കടലാസിന്റെ ഏടുകൾ ചുരുട്ടുന്നത് പോലെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ, ഈ ഗാലക്സികളും ഈ എല്ലാ ആകാശങ്ങളും കൂടി എല്ലാത്തിനും കൂടി ചുരുട്ടും അള്ളാഹു. അതാണ് അള്ളാഹു. അത്രയ്ക്ക് ശക്തനാണ്. ആ അള്ളാഹുവോടാണ് പങ്കു ചേർക്കുന്ന ദുർബലായ വസ്തുക്കളെ. അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു.